ധനധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കിരകിരാര ഭൂമി മാനവർക്കു സമത നൽകിയ മാബലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കിരകിരാര ഭൂമി അത്ഭുതങ്ങളുടെ മായാപ്രപഞ്ചം സൃഷ്ടിച്ച് അമ്പരവീതിയെയും പിന്നിട്ട് 21-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം വിരാജിക്കുവാൻ പറന്നുയരുന്ന കേരളത്തിന്റെ ചിറകായ ഇളം തലമുറ നേരിടുന്ന ഭീഷണികളുടെ അവലോകനവുമായി ലണ്ടൻ ഒണ്ടാരിയോ മലയാളി അസോസിയേഷൻ സമർപ്പിക്കുന്ന നമ്മുടെ കേരളം എന്ന ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രത്താളുകളിൽ പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയെടുത്ത കേരളം, നമ്മുടെ കാർന്നോന്മാർ കാത്തു സൂക്ഷിച്ച് സാംസ്കാരിക പാരമ്പര്യം ഉറങ്ങുന്ന നാട്, നാം എല്ലാവരും ജനിച്ചു വീണ് പിച്ചവെച്ചു നടന്ന നമ്മുടെ സ്വന്തം മണ്ണ്, നാം ഓരോരുത്തരും കേട്ടുറങ്ങിയ താരാട്ടിന്റെ ഈണവും ചെറുകഥകളുടെ പശ്ചാത്തലവുമുള്ള കേരളക്കര, നാനാജാതി മതസ്ഥർ ഐക്യത്തോടെ ജീവിച്ച ദേശം. എന്തിനേറെ പറയുന്നു, 10 വിത്തെറിഞ്ഞാൽ 100 മേനി വിളയുന്ന വളക്കൂറുള്ള മണ്ണ്, മലയാളി തനിമയുള്ള മലയാള ഭാഷയറിയാവുന്ന മലയാളക്കരയുടെ മക്കളായതിൽ നമുക്ക് അഭിമാനിക്കാം. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക്, തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. തിളയ്ക്കും. കേരളം എന്ന പേര് കേട്ടാൽ ഞങ്ങളുടെ ചോര തിളയ്ക്കും. കാരണം ഇത് ഞങ്ങൾ കളിച്ചു വളർന്ന നാടാണ്. പൂക്കളിർത്തും പൂമ്പാറ്റകളെ പിടിച്ചും ഒത്തൊരുമയോടെ തോടുകളിൽ ചിറകെട്ടി വെള്ളം നിറച്ച് അതിൽ ചാടി നീന്തിക്കളിച്ചു. ഒഴിഞ്ഞ പാടങ്ങളും റോഡുകളും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന ഗ്രൗണ്ടുകളാക്കി കളച്ചു നടന്നിരുന്ന ഞങ്ങളുടെ ഏറുകൊള്ളാത്ത മാവോ പേരയോ ഞങ്ങൾ കയറാത്ത ഫലവൃക്ഷങ്ങളോ ആ നാട്ടിലുണ്ടാവില്ല. ടീച്ചേഴ്സിന് വടി പാടില്ല. വടിയെടുക്കുന്ന ടീച്ചർ കോടതി കയറേണ്ടി വരും. അതൊക്കെ പഴയ കാലം. ഇപ്പോൾ ടീച്ചേഴ്സിന് കൊട്ടേഷൻ കൊടുക്കുന്നതാണ് ട്രെൻഡ്. കിനാവുകൾക്ക് വഴിമാറിക്കൊടുത്തും ഓർമ്മകളുടെ ശൂന്യമാമനർത്ഥതയിൽ മോഹക്കൊട്ടാരങ്ങൾ പണിതും ഇല്ലാത്ത പണത്തിന്റെ മേൽക്കോയ്മ നാട്ടാരെ കാണിച്ചും ലോകസുഖങ്ങളുടെ മട്ടുപ്പാവിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാദക ലഹരിയിൽ തളർന്നുറങ്ങിയും ആടിത്തിമർത്തും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി അവസാനം നിരാശയുടെ ആഴക്കയത്തിലേക്ക് വഴുതി വീണ മായാദാസന്റെ അനുഭവമല്ലേ ഇന്നത്തെ തലമുറയ്ക്കുള്ളത് എന്ന് ചിന്തിച്ചു പോകുകയാണ്. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും
ഏത് യുഗത്തിലായാലും കേരളത്തിലെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന യുവതലമുറയെ ബാധിക്കുന്ന ഓരോ വാർത്തകളുടെ ആഴവും പരപ്പും ഞങ്ങൾ അളക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും കണ്ണ് തുറന്നു കാണുവിൻ, കാത് കൂർപ്പിച്ച് കേൾക്കുവിൻ. സാറേ, ഞാൻ അഹാൻ. ഇന്ന് ഞാൻ 6 പേരെ കൊന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബാധ്യതയുണ്ടായിരുന്ന 6 പേരെ ഞാൻ കൊന്നു. എനിക്കതിൽ പശ്ചാത്താപമില്ല, എനിക്കതിൽ പേടിയുമില്ല. പക്ഷേ എനിക്ക് മരിക്കാൻ പേടിയാണ് സാർ. ഞാനിതിവിടെ വന്ന് പറയുന്നത് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് സഹായിക്കണം സാർ. എന്റെ മോനെ, ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനാടാ നീ എന്നെ ബാക്കി വെച്ചത്? അങ്ങ് അറബി നാട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളാൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നീണ്ട 7 കൊല്ലം ഞാൻ നരകിക്കുമ്പോൾ എന്റെ പ്രതീക്ഷയെല്ലാം നിന്നിലായിരുന്നു. ഞാൻ അറിയാത്ത, അല്ലെങ്കിൽ ഞാൻ അറിയാത്ത എന്തു പ്രശ്നമായിരുന്നടാ മോനെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്? അതച്ചാ, എന്നെ അമ്മയും ആട്ടി ഓടിച്ചവർക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും ചെന്നിട്ടും ആരും ഞങ്ങളെ സഹായിച്ചില്ല. ഒരു നിവൃത്തിയില്ലാതെയാണ് അച്ഛാ ഞാനിത് ചെയ്തത്. ഈ അച്ഛനറിയാത്ത എന്ത് സാമ്പത്തിക ബാധ്യതയായിരുന്നു മോനെ നമുക്കുണ്ടായിരുന്നത്? നിനക്കെങ്ങനെ നിന്റെ സ്വന്തം അനിയനെ പോലും കൊല്ലാൻ പറ്റി? അതുപോലെ നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിയോട് നീ എന്തിനിത് ചെയ്തു മോനെ? എല്ലാം നീ തകർത്തല്ലോടാ. നിന്റെ മുഖം എനിക്ക് കാണുക പോലും വേണ്ട. അച്ഛാ, എന്നെ ഉപേക്ഷിക്കില്ല അച്ഛാ. മോനെ ഷബാസേ, എവിടെ പോയി ഇവൻ? നിങ്ങൾ അറിയില്ല അവനെ? ഇക്കൊല്ലത്തെ SSLC പരീക്ഷ എഴുതാൻ അവനുണ്ട്. സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ അവന് നല്ല പ്രതീക്ഷയാണ്. നല്ല മാർക്ക് മേടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവര്. പക്ഷേ നിങ്ങൾ കണ്ടോ അവനെ? ഉമ്മ ചായ അടുപ്പത്ത് വെച്ചോ, ഞാൻ പലഹാരം വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയതാ എൻ്റെ കുട്ടി. പിന്നെ അവൻ വന്നില്ല. അവൻ വരും, മിടുക്കനാ എൻ്റെ മോൻ. അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ പണിതുകൊണ്ടിരിക്കുന്ന വീട്. നിങ്ങൾ കണ്ടില്ലേ അവൻ്റെ കൂട്ടുകാരെ? അവരിൽ ഞാൻ എൻ്റെ മകനെ കണ്ട് ആശ്വസിച്ചോളാം. എൻ്റെ മോനെ. എന്റെ മകന്റെ ആത്മാവിന് ജീവിച്ചു മരിക്കുന്ന ഞങ്ങൾക്ക് നീതി വേണം. എന്റെ വെറും 10ൽ പഠിക്കുന്ന മകനെ അവന്റെ അതേ പ്രായത്തിലുള്ള ഒരു സംഘം കുട്ടികൾ ഗൂഢാലോചന നടത്തി ആക്രമിച്ച് കൊന്നുകളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൂട്ടം കൂടി ആക്രമിച്ചു കൊന്നാൽ കേസ് നിലനിൽക്കില്ലെന്നുള്ള ഉറപ്പും വിശ്വാസവും പ്രതികളായ ഈ കുട്ടികൾക്ക് എങ്ങനെ വന്നു? ഇത് നിങ്ങളുടെ മകനോ മകൾക്കോ ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? എന്റെ മോനെ, നീ പോയതറിഞ്ഞ് മനോനില തെറ്റിയ നിന്റെ ഈ അമ്മയ്ക്ക് വേണ്ടി, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി അച്ഛൻ എന്ത് ചെയ്യണം? ഈ അച്ഛൻ എന്ത് ചെയ്യണം? എന്റെ മോനെ. 2 മാസം മുമ്പ് കോട്ടയം ഏറ്റുമാനൂരിൽ മാലാഖമാരെ പോലെയുള്ള എൻ്റെ 2 പെൺമക്കളെയും കൊണ്ട് നിലമ്പൂർ എക്സ്പ്രസിന് മുമ്പിൽ ചാടി മരിച്ച ഷാനിയുടെ ആത്മാവ്
നിങ്ങൾക്കറിയുമോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇതുപോലെ ഒന്ന് ചിരിച്ചിട്ടില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ മുട്ടാത്ത വാതിലുകളില്ല. അവസാനം സഹികെട്ട് ജീവിതത്തിൽ എന്നെ തകർത്തവർക്ക് ഒരു നോക്ക് പോലും കാണാൻ കൊടുക്കാതെ എന്റെ 2 പെൺമക്കളെയും കൊണ്ട് എനിക്കിത് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്റെ 2 പെൺമക്കളോട് ഞാൻ എന്തിനിത് ചെയ്തു എന്ന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കേൾക്കാം. എന്നെ കൊത്തിപ്പറിച്ചതുപോലെ അവരെ കൊത്തിപ്പറിക്കാൻ ബാക്കി വെക്കാതെ മരണത്തിലും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ഞാനാണ് യഥാർത്ഥ അമ്മ. ദൈവത്തിന്റെ കോടതിയിൽ ഞാൻ കുറ്റക്കാരിയല്ല. 14 വയസ്സുള്ള എന്റെ മൂത്ത മകനെ ഞാൻ കൂടെ കൂട്ടാത്തത് നാളെ നിങ്ങൾ എന്നെ പിഴച്ചവളെന്നും മനോരോഗിയെന്നും മുദ്ര കുത്തുമ്പോൾ എന്റെ മകനിലൂടെ ഈ ലോകം സത്യമറിയണം. അവൻ എന്റെയും അവന്റെ സഹോദരിമാരുടെയും ആത്മാക്കൾക്ക് നീതി വാങ്ങിത്തരും. എന്റെ ജീവിച്ചിരിക്കുന്ന മകൻ ഞങ്ങൾക്ക് നീതി വാങ്ങിത്തരും. ഇത് എന്റെ മരണമല്ല, എന്റെ പോരാട്ടത്തിന്റെ തുടക്കമാണ്. മതി മതി, കേരളത്തിന്റെ മക്കൾക്ക് നേരെയുള്ള ഈ വേട്ടയാടൽ നിർത്തൂ. നമ്മുടെ മക്കൾ കൂട്ടുകൂടി വരുന്ന ചെന്നായ്ക്കൾക്കും മദ്യവും മയക്കുമരുന്നുമായി റാഞ്ചാൻ വരുന്ന പരുന്തുകൾക്കും കുടുംബ പ്രശ്നങ്ങളിലെ എച്ചിലുകൾ കൊത്തിവലിക്കുന്ന കാക്കകൾക്കും സമൂഹത്തിലെ സദാചാര പോലീസ് കളിക്കുന്നവർക്കും രാഷ്ട്രീയ കോമരങ്ങളുടെ കസേര കളിക്കും വേണ്ടിയുള്ളവരല്ല. കേരളമേ, വിവേകശൂന്യരായ നിന്റെ മക്കൾ തന്നെയാണോ നിന്റെ ശാപം? നീ ഞങ്ങൾക്ക് ജലവും ധാന്യവും തന്നപ്പോൾ ഞങ്ങൾ നിനക്ക് കണ്ണുനീർ തന്നു. ആ കണ്ണുനീർ പേമാരിയായി, ഉരുൾപൊട്ടലായി, പ്രളയമായി ഞങ്ങളിൽ തന്നെ പതിച്ചു. ഇത് നീ ഞങ്ങൾക്ക് തന്ന ശാപമോ അതോ ദൈവത്തിന്റെ കോപമോ? ഇല്ല, ഇനി കേരളത്തിന്റെ മക്കൾ ഉൾപ്പെടുന്ന അനീതിക്കെതിരെ ഞങ്ങളുടെ കണ്ണുകൾ അടയ്ക്കില്ല, കാതുകൾ പൊത്തില്ല. മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും, പാരിടും ശലഭമായി മാറിടും പുതുലോകമായി. നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിത്തുകൾ കേരള മണ്ണിൽ പാകി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആ വിത്തുകൾക്ക് വേരൂന്നി നവയുഗത്തിന്റെ പൊൻകതിരുകൾ ലോകമെങ്ങും വിടരട്ടെ. നന്മയുള്ള